ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് എങ്ങനെ ഫോഴ്സും ആക്സിലറേഷനും തമ്മിൽ കണക്ട് ചെയ്യാം, അതായത് എഫ് ഈസ് ഈക്വൽ ടു എം എ എങ്ങനെ ഡിറൈവ് ചെയ്യാം, അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, എഫ് പ്രൊപ്പോർഷണൽ ടു നമുക്കറിയാവുന്ന റിലേഷൻ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി അറിയാം. ഈക്വൽ ടു സൈൻ കൊടുത്താൽ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് വരും, കെ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി അല്ലേ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന. അപ്പോൾ ഇനി കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ഒന്നായിട്ട് അസ്യൂം ചെയ്യാൻ പോവുകയാണ്. ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഒന്നായിട്ട് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. അതിന് മുന്നേ നമ്മൾ ചെയ്യുന്നു, ലെറ്റ് ദി മൊമെൻറ്റം, ഇനിഷ്യൽ മൊമെൻറ്റം ഈസ് എം വി, മാസിൻ്റെ വെലോസിറ്റി നമുക്കറിയാം. എങ്കിൽ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് എന്തായിരിക്കും? ഈ ഫോഴ്സ് കൊടുത്തപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് എന്ത് വന്നു അത് ചെയ്യുകയാണ്. എമ്മിന് ചേഞ്ച് ഇല്ല, സോ എം ഇൻറ്റു ചേഞ്ച് വന്നത് വെലോസിറ്റിക്കാണ്, മാസിന് ചേഞ്ച് ഇല്ല. അപ്പോൾ ചേഞ്ച് വന്നത് വെലോസിറ്റിക്ക് ആയതുകൊണ്ട് എം ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതി. സമയവും അറിയാം. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം ഡെൽറ്റ വി, ഇത് എടുത്ത് ഇവിടെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇത് നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, അത് ആക്സിലറേഷൻ ആണെന്നറിയാം. സോ കെ ഇൻറ്റു എം ഇൻറ്റു എ, വെയർ എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈസ് ദി ആക്സിലറേഷൻ ഓഫ് ദാറ്റ് ബോഡി. ഇവിടെ കെക്ക് ഒന്നെന്ന് അസ്യൂം ചെയ്യാം. സോ അതിനുവേണ്ടി ഒരു കാര്യം ചെയ്യാൻ മതി. ലെറ്റ് എം ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം, 1 കിലോഗ്രാം മാസുള്ള ഒരു ബോഡിയാണ്. അതിൽ ഫോഴ്സ് 1 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. അപ്പോൾ ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ടായി. ഇതെല്ലാം 1 എന്ന് അസ്യൂം ചെയ്താൽ വി ഹാവ് കെ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. അപ്പോൾ 1 കിലോഗ്രാം മാസുള്ള ഒരു ബോഡിയിൽ ഫോഴ്സ് 1 ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പോൾ ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയെങ്കിൽ കെ ഈക്വൽ ടു 1 ആയിരിക്കും. ഇതെല്ലാം 1 ആകുമ്പോൾ കെ സമം 1 എന്ന് കിട്ടും. സോ പുട്ട് ദിസ് വാല്യൂ ഹിയർ. അങ്ങനെയാണ് സാധാരണ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ എഫ് ഈസ് ഈക്വൽ ടു കെക്ക് പകരം 1, അപ്പോൾ 1 ഇൻറ്റു എം എ. ഈ 1 നമുക്കിങ്ങനെ അസ്യൂം ചെയ്ത് കൊടുക്കാം. സോ എഫ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എം എ. ഓക്കെ, സോ ദിസ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ആക്സലറേഷൻ. എഫ് ഈസ് ഈക്വൽ ടു എം എ. വളരെ ഇമ്പോർട്ടൻ്റ് റിലേഷൻ. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഫോഴ്സ് മാസിന് പ്രൊപ്പോർഷണലാണ്, ഫോഴ്സ് ആക്സിലറേഷനും പ്രൊപ്പോർഷണലാണ്. ഓക്കെ, മാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആക്സിലറേഷൻ പ്രൊപ്പോർഷണലാണ്, ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാസിന് പ്രൊപ്പോർഷണലാണ്. ഓക്കെ, സോ ഇത് പഠിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. സീ യു.